രഞ്ജിത്തോടെ ഈ വിഷയത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രതിപട്ടികയിലേക്ക് വരികയാണ്. ഇന്നിപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിനകത്ത് RVS മണി പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അഹമ്മദ് ഉൾപ്പെടെ ചില നിർണായകമായ ഇടപെടൽ അതിനകത്ത് നടത്തുകയാണ്. പാകിസ്ഥാന്റെ അന്നത്തെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുമായൊക്കെ അഹമ്മദ് സംസാരിച്ചു എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് അഭിമുഖത്തിനകത്ത്. അപ്പോൾ നേരത്തെ പ്രജിത്ത് പറഞ്ഞതുപോലാണ്, ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് അന്ന് ആ കലാപം നടത്തിയ NDF-ന്റെ ഭീകരന്മാരെ സംരക്ഷിക്കുന്നതിൽ മുസ്ലിം ലീഗ് അന്ന് കേരളത്തിൽ അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുകയാണല്ലോ. ആന്റണി സർക്കാരിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ മുസ്ലിം ലീഗ് എങ്ങനെയാണ് മാറാട് കലാപം നടത്തിയ ജിഹാദികളെ സംരക്ഷിച്ചത് എന്നതിനെപ്പറ്റി തോമസ് പി ജോസഫ് കമ്മീഷൻ, ആ കലാപത്തെപ്പറ്റി അന്വേഷിച്ച കമ്മീഷൻ റിപ്പോർട്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ അതേപ്പറ്റി കാര്യമായ ചർച്ചകളൊന്നും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട് എന്നുള്ളതാണല്ലോ. തീർച്ചയായിട്ടും ഞാൻ പ്രജിത്ത് പറയുന്നതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഗൗതം, ലീഗിനെ തള്ളിക്കൊണ്ട് കോൺഗ്രസ്സിന് ഇന്ത്യയിൽ നിലനിൽപ്പില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം കോൺഗ്രസ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാവിയിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് കോൺഗ്രസ്. വലിയ കാലമില്ല കോൺഗ്രസ്സിന്. ഈ അപൂർവം സ്റ്റേറ്റുകളിൽ മാത്രമേ കോൺഗ്രസ് ഉള്ളൂ. അവിടെയും പിടിച്ചു നിൽക്കാനുള്ള കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ലീഗാണ്. ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കും അടക്കം ജയിക്കാൻ കഴിയുന്ന ഏക സീറ്റ് വയനാട്ടിലാണ് എന്നുള്ള തിരിച്ചറിവുണ്ടല്ലോ. നമ്മളൊരു കാലത്തിൽ 10-15 വർഷം മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ, അവർ ഗാന്ധി എന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല, അവർ ഇവിടെ വന്ന് മത്സരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഗതികേടിലേക്ക് അവരെത്തിക്കഴിഞ്ഞു. ഇന്ത്യയിൽ ഒരു സ്ഥലത്തും, ഇന്ത്യയിലും വേറെ ഒരു സ്ഥലത്ത്, അത് കർണാടകയിലായിക്കോട്ടെ, തമിഴ്നാട്ടിലായിക്കോട്ടെ, ആന്ധ്രയിലായിക്കോട്ടെ, ഏതെങ്കിലും അവർക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലത്തായിക്കോട്ടെ, അവർ ജയിക്കില്ല. ഇവിടെ ലീഗിൻ്റെ സ്വാധീനത്താൽ ജയിക്കുമെന്നുള്ളൊരു സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ലീഗെന്ന് പറയുന്ന ഒരു സംഘടനയുടെ പിന്തുണയില്ലാതെ ഇന്ത്യയിൽ കോൺഗ്രസ്സിന് സ്ഥായിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ഥിരതയില്ല. അവർക്കൊരു നിലനിൽപ്പില്ല. ആ തിരിച്ചറിവ് കോൺഗ്രസ് ലീഗിനോട് കാണിക്കുന്നുണ്ട്. ആ പറയുന്ന ഒരു അവസ്ഥയിൽ, ആ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അവർ കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി ഉണ്ടല്ലോ, ആ പ്രയോറിറ്റിയിൽ എന്തു കാണിച്ചാലും ലീഗിന് മുന്നിൽ കണ്ണടച്ച് നിൽക്കുക മാത്രമാണ് കോൺഗ്രസ്സിന് ചെയ്യാൻ പറ്റുന്നത്. ലീഗ് തീവ്രവാദം ചെയ്താലും ലീഗ് എന്ത് വൃത്തികേട് ചെയ്താലും കോൺഗ്രസ്സിന് മിണ്ടാട്ടമില്ലാത്ത അവസ്ഥയാണ് ഈ ഇന്ത്യയിൽ ഇപ്പോഴുള്ളത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ പറയുന്നു, ചിലപ്പോൾ RVS മണി പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ നടത്തിയ പാകിസ്ഥാൻ്റെ ഭീകരാക്രമണത്തിന് കൂട്ടുനിന്നത് ഇവരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. അവരാണല്ലോ മതേതരത്വത്തിന് വേണ്ടി സംസാരിക്കുന്നത്, അവരാണല്ലോ നമ്മളെയൊക്കെ ഭരിക്കുന്ന, നമ്മുടെ കേരളത്തെ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക്, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ വരും തലമുറയ്ക്ക് വലിയൊരു അവസ്ഥയാണ്. അവർ പറയുന്ന സിലബസ് ആണല്ലോ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് എന്നതുകൂടിയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. എന്തായാലും ജനം ഡിബേറ്റും ഇന്ന് വളരെ വിശദമായി ഇതേ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 1-2 UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള പല ഭീകരാക്രമണങ്ങളുടെയും ചുരുള് ഇനിയും അഴിയേണ്ടതുണ്ട്. അപ്പോൾ സ്വാഭാവികമായും RVS മണി ഇന്ന് നടത്തിയിരിക്കുന്ന ചില ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ, അതുമായി ബന്ധപ്പെട്ടുള്ള അലയൊലികൾ ദേശീയ രാഷ്ട്രീയത്തിൽ വരും നാളുകളിലും അത് കോൺഗ്രസിന് വലിയ തോതിൽ തലവേദനയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിശേഷിച്ച് 2008 മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനും പാക് ചാരസംഘടനയായ ISIയും അന്ന് ദേശീയ തലത്തിൽ അധികാരത്തിലിരുന്ന കോൺഗ്രസുമായുള്ള ബന്ധം എന്താണ് എന്നത് ഇനിയും മറനീക്കി പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ മണി നടത്തിയ പ്രസ്താവനയിൽ സമഗ്രമായ അന്വേഷണം BJP സർക്കാർ നടത്തുകയാണെങ്കിൽ തീർച്ചയായും അത് നെഹ്റു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രതിരോധത്തിലാകുന്ന ഒന്നാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.